എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ കേരള PSC 2021 മുതൽ 2025 വരെ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുള്ള ആന്റോണിയംസിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമാവധി ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് മാറ്റിയിട്ട് റാങ്ക് നിർണയ ഭാഗങ്ങളാണ് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന 10 മാർക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ സിനോണിംസ് ആന്റോണിംസ് മാർക്ക് നേടുക എന്ന് പറയുന്നത് അതിൽ എന്താണ് ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള മാർഗം കൂടിയിട്ടാണ് ഇത് സിനോണിംസ് ആന്റോണിംസ് മാർഗം ചെയ്യുക പഠിക്കുക എന്നുള്ളത്. നമുക്ക് മുഴുവൻ സിനോണിംസ് ആന്റോണിംസ് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിന് ഏറ്റവും വലുത് ഇത് തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാതും പഠിച്ചു പോകുക എന്നുള്ളത് നമുക്ക് നമ്മുടെ മനസ്സിന് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ പഠിച്ചു ആ ഏരിയ, പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്കിലും ഞാൻ നോക്കിയിട്ടുണ്ട്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മാർക്ക് പൊയ്ക്കോട്ടെ, അത് വിഷയമല്ല. അവിടെ അതൊരിക്കലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടും നമ്മൾ അത് പഠിക്കാതെ പോയിട്ട് അത് മാർക്ക് കളയുന്നത് എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം അത് പഠിച്ചിട്ട് പോകാൻ അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്. അത് നമ്മൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. വേറെ എല്ലാ ടോപ്പിക്കും നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാം, പക്ഷേ സിനോണിംസ് ആന്റോണിംസ് എന്ന് പറയുന്നത് കുറെ വാരി വലിച്ച് പഠിച്ചിട്ടൊന്നും നമുക്കൊന്നും അറിയില്ല. അത് അതിൻ്റെതായിട്ടുള്ള കഷ്ടമുണ്ട് പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഓരോ ടോപ്പിക്കില് മുഴുവൻ ക്വസ്റ്റ്യനും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പഠനം ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് സിലബസ് നമുക്ക് വൈഡായിട്ട് സിലബസ് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൽ നിന്ന് ഇന്ന കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, സിനോണിംസ് എടുത്ത് അടുത്തതിലെടുത്ത് നമുക്ക് ദിവസങ്ങളോളം വർക്ക് ചെയ്താലാണ് അത്ര എന്ത് ചെയ്യുള്ളൂ, സിനോണിംസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് എന്ത് ചെയ്യണം, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ക്രോഡീകരിച്ചിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് എനിക്ക് കൂടി തരണം. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഏത് രീതിയിലായിരിക്കണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് ഇനേബിൾ ചെയ്തിരണം. അതുപോലെ തന്നെ താഴെ ഒന്ന് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. അത്രമാത്രം നിങ്ങൾ സപ്പോർട്ട് മതി. വീണ്ടും എന്താണ് നിങ്ങളുടെ തുടർന്നുള്ള എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ടുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലെയിൻറ്റീവ്. എന്താണ് പ്ലെയിൻറ്റീവ് അല്ലേ? പ്ലെയിൻറ്റീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്ലെയിൻറ്റീവ് എന്താ? ഡിലൈറ്റഡ്. പ്ലെയിൻറ്റീവ് എന്താണ്? ഞാൻ കാറ്റഗറി കോഡ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വലതുവശത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കണം, ഏത് വർഷം ചോദിച്ചതാണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. പ്ലെയിൻറ്റീവ് എന്താണ്? ഡിലൈറ്റഡ്. പ്ലെയിൻറ്റീവ് എന്താണ്? ഡിലൈറ്റഡ്. എന്താണ് പ്ലെയിൻറ്റീവിന്റെ മീനിങ്? ദുഃഖപൂർണമായ എന്നാണ്. എന്താണ്? ദുഃഖപൂർണമായ. അപ്പൊ ഡിലൈറ്റഡ് എന്തായിരിക്കും? ദുഃഖമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇവിടെ ആന്റോണിയം എന്ന് പറയുന്നത് വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദുഃഖപൂർണമായ എന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആനന്ദം അല്ലെ, സന്തോഷം അല്ലെ, സന്തോഷവാനാണ് അല്ലെ. അപ്പൊ ഡിലൈറ്റഡ് എന്തായിരിക്കും? സന്തോഷവാനായിരിക്കും അല്ലെ. അപ്പൊ പ്ലെയിൻറ്റീവ് എന്താണ്? ദുഃഖപൂർണമായ. പ്ലെയിൻറ്റീവ് ദുഃഖപൂർണമായ, ഡിലൈറ്റഡ് സന്തോഷവാനാണ്, സന്തോഷവാൻ. ഇനി പോംപോസ്ലി. എന്താ പോംപോസ്ലി? പോംപോസ്ലിയുടെ വിപരീത പദം ആന്റോണിയം എന്താണ്? ഹംബ്ലി ആണ്. എന്താണ്? പോംപോസ്ലി, ഹംബ്ലി. പോംപോസ്ലിയുടെ മീനിങ് എന്താ? അഹങ്കാരത്തോടെയുള്ള. എന്താണ്? അഹങ്കാരത്തോടെയുള്ള. അഹങ്കാരത്തോടെയുള്ള. അപ്പൊ ഹംബ്ലി എന്തായിരിക്കും? വിനയത്തോടെ ആയിരിക്കും അല്ലേ. വിനയത്തോടെ. ഹമ്പിൾ പറയാറില്ല, ഹമ്പിൾ പേഴ്സൺ ആണ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ വിനയത്തോടു കൂടി. അപ്പൊ പോംപോസ്ലി എന്താണ്? അഹങ്കാരത്തോടെയുള്ള. പോംപോസ്ലി അഹങ്കാരത്തോടെയുള്ള. ഓക്കെ. ഹമ്പിളി എന്താ? വിനയത്തോടെ അല്ലെങ്കിൽ ലാളിയത്തോടെ, വിനയത്തോടെ എന്നൊക്കെ പറയാം അല്ലേ. ഇനി അടുത്തത് ഫ്യൂട്ടിലിറ്റി. എന്താ ഫ്യൂട്ടിലിറ്റി? ഫ്യൂട്ടിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താ? യൂസ്ഫുൾനെസ്. ഫ്യൂട്ടിലിറ്റി എന്താണ്? യൂസ്ഫുൾനെസ്. എന്താ ഫ്യൂട്ടിലിറ്റി? നിഷ്ഫലത. എന്താണ്? നിഷ്ഫലത. നിഷ്ഫലത അതായത് നിഷ്ഫലമായി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയോജനമില്ലായ്മ അല്ലെ. നിഷ്ഫലമായ അല്ലെങ്കിൽ പ്രയോജനമില്ലായ്മ. അപ്പോ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? പ്രയോജനമായത് അല്ലെ, ഉപകാരമുള്ളത് എന്നതിൽ യൂസ്ഫുൾനെസ്. ഫ്യൂട്ടിലിറ്റി നിഷ്ഫലത അല്ലെങ്കിൽ പ്രയോജനം ഇല്ലായ്മ. അതിന്റെ ഓപ്പോസിറ്റ് പ്രയോജനം ഉള്ളതാണ് യൂസ്ഫുൾനെസ്.
അടുത്തത് ഫിക്കിൾ. ഫിക്കിൾ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഫിക്കിൾ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഫിക്കിൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ഥിരമായ അല്ലെ, സ്ഥിരതയുള്ള അല്ലെങ്കിൽ മാറ്റമില്ലാത്ത എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏത്? ഫിക്കിൾ വരുന്നത് അല്ലെ. എന്തായിരിക്കും ഫിക്കിൾ? സ്ഥിരമല്ലാത്ത. ഫിക്കിൾ എന്താണ് മീനിങ്? സ്ഥിരമല്ലാത്ത. സ്ഥിരമല്ലാത്ത, അതായത് നമ്മൾ ഈ പെട്ടെന്ന് നമ്മളെ മനോഭാവം, ഒരേ മനോഭാവം അല്ല, പെട്ടെന്ന് അങ്ങോട്ട് സ്വഭാവം മാറും എന്ന് പറയും അല്ലെ. നിന്നെ ഇപ്പൊ കണ്ട പോലെയല്ല, കുറച്ചു കഴിഞ്ഞാൽ നിന്റെ വേറെ സ്വഭാവം ആയിരിക്കില്ല. ഒരു സ്ഥിരമല്ലാത്ത ഒരു മനോഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം കേട്ടോ. സ്ഥിരമല്ലാത്ത മനോഭാവം. അപ്പോ അതിന്റെ കോൺസ്റ്റന്റ് എന്തായിരിക്കും മീനിങ്? മാറ്റമില്ലാത്ത അല്ലെങ്കിൽ സ്ഥിരതയുള്ള അല്ലെ, സ്ഥിരതയുള്ള. അടുത്തത് അലീവിയേറ്റ്. എന്താ അലീവിയേറ്റ്? അഗ്രവേറ്റ് അല്ലെ. അലീവിയേറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അഗ്രവേറ്റ്. അലീവിയേറ്റ് എന്താ? ലഘൂകരിക്കുക. അലൂവിയേറ്റ് എന്താണ്? ലഘൂകരിക്കുക അല്ലെ, ലഘൂകരിക്കുക. ഇനി അഗ്രവേറ്റ് എന്താ? അഗ്രവേറ്റ് എന്താ? കഠിനമാക്കുക അല്ലെ. അഗ്രവേറ്റ് എന്താണ്? കഠിനമാക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ലഘൂകരിക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? കഠിനമാക്കണമായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് അല്ലെ. അലൂവിയേറ്റ് ലഘൂകരിക്കുക, അഗ്രവേറ്റ് കഠിനമാക്കുക. സബ്വേർഷൻ. സബ്വേർഷൻ. സബ്വേർഷൻ എന്താണ്? എന്താണ് സബ്വേർഷൻ പറയുന്നത്? അതായത് ഇപ്പൊ നമ്മള് ഒരു സബ്വേർഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷനിൽ, ഒരു ഭരണ വ്യവസ്ഥയില് എന്താണ് അതിനെ അസ്ഥിരമാക്കാനുള്ള ശ്രമം നടത്തും അല്ലെ. അതിനെ അസ്ഥിരമാക്കാൻ, ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം അല്ലെ. ഒരു ഭരണ വ്യവസ്ഥയെ എന്താണ്, അതായത് ഭരണ വ്യവസ്ഥ എന്നല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതായത് ഒരു അസ്ഥിരമാക്കുക എന്ന അർത്ഥത്തിലാണ്. എന്താണ്? അസ്ഥിരമാക്കുക. ഓക്കെ, അസ്ഥിരമാക്കുക, സബ്വേർഷൻ. അപ്പോ കംപ്ലൈൻസ് എന്തായിരിക്കും? കംപ്ലൈൻസ് എന്തായിരിക്കും? അതിനെ എന്താണ്? സ്ഥിരമാക്കാനുള്ളത് അല്ലെ. കംപ്ലൈൻസ് എന്താണ്? അനുസരണ, അല്ലെങ്കിൽ കംപ്ലൈൻസ് എന്താണ്? അനുസരണ ട്ടോ. അനുസരണ അല്ലെങ്കിൽ സ്ഥിരമാക്കുക. അസ്ഥിരമാക്കുക സബ്വേർഷൻ, സ്ഥിരമാക്കുക എന്താണ്? കംപ്ലൈൻസ്. ഡസ്ക് എന്താ? ഡസ്ക്. ഡസ്ക്. ഡസ്ക് ഇരുട്ടാണ് ട്ടോ. ഇരുട്ടാണ് ഡസ്ക്. സന്ധ്യ അല്ലെങ്കിൽ സന്ധ്യാസമയം എന്നൊക്കെ പറയാം. ഡസ്ക് എന്താണ്? ഇരുട്ടാണ് അല്ലെങ്കിൽ സന്ധ്യാസമയം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. ഡോൺ എന്താ? ഡോൺ എന്താ? പ്രഭാതം. ഡസ്ക് ഇരുട്ട്. ഡസ്ക് എന്താണ്? ഇരുട്ട്, സന്ധ്യാസമയം. ഡോൺ എന്താ? പ്രഭാതം അല്ലെ, രാവിലെ ശേഷമുള്ള വെളിച്ചം അല്ലെ. ഇനി ടോർമെന്റ് എന്താ? ടോർമെന്റ്. ടോർമെന്റിന്റെ ഓപ്പോസിറ്റ് റിലീവ് ആണ്. എന്താണ്? റിലീവ് അല്ലെ. റിലീവ്. ടോർമെന്റ് എന്താ? ടോർമെന്റിന്റെ അർത്ഥം എന്താണ്? പീഡനം. ടോർമെന്റിന്റെ അർത്ഥം എന്താണ്? പീഡനം. പീഡനമാണ് കേട്ടോ. ബോധപൂർണമായിട്ട് വേദന അല്ലെ, വേദനിപ്പിക്കുക എന്ന അർത്ഥത്തിലൊക്കെ ടോർമെന്റ് പറയാം. ഇനി റിലീവ് എന്താ? ആശ്വാസം അല്ലെ. പീഡനം എന്ന് പറയുമ്പോൾ എന്താണ്? കഷ്ടതയാണ് അല്ലെ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആണ് ആശ്വാസം നൽകുക അല്ലെങ്കിൽ ശമിപ്പിക്കുക എന്ന അർത്ഥത്തിലൊക്കെ വരുന്നത് കേട്ടോ. ടോർമെന്റ് എന്താണ്? പീഡനം. റിലീവ് എന്താ? ആശ്വാസം. മാഡ്. മാഡ് ആരാ? മാഡ് മണ്ടൻ അല്ലെ. മണ്ടൻ അല്ലെങ്കിൽ നീ ഒരു മാഡാണ് പറയും അല്ലെ, ഒരു ഭ്രാന്തനാണ് എന്നൊക്കെ പറയാം. അപ്പൊ സെയിൻ ആരായിരിക്കും? സെയിൻ ആയിരിക്കും? ബുദ്ധിയുള്ള ആള് അല്ലെ. സെയിൻ ആരാണ്? ബുദ്ധിയുള്ള. സെയിൻ ആരാണ്? ബുദ്ധിയുള്ള. മാഡ് മണ്ടൻ അല്ലെങ്കിൽ ഭ്രാന്തൻ. അതിന്റെ ഓപ്പോസിറ്റ് സെയിന് ബുദ്ധിയുള്ള. അടുത്ത ഫാക്ട്. ഫാക്ട്. ഫാക്ടിന്റെ ഓപ്പോസിറ്റ് എന്താ? ഫിക്ഷൻ. ഫാക്ടിന്റെ ഓപ്പോസിറ്റ് ഫിക്ഷൻ. ഫാക്ട് എന്താ? യാഥാർത്ഥ്യം. ഫാക്ട് എന്താണ്? യാഥാർത്ഥ്യമാണ് ഫാക്ട് എന്ന് പറയുന്നത്. ഫിക്ഷൻ എന്ന് പറയുന്നതാണ്? യാഥാർത്ഥ്യം അല്ലാത്തത്. യാഥാർത്ഥ്യമല്ലാത്തത്. യാഥാർത്ഥ്യമാണ് ഫാക്ട് എങ്കിൽ ഫിക്ഷൻ എന്താണ്? യാഥാർത്ഥ്യം അല്ലാത്തത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഒന്നും കൂടി പഠിച്ചാലോ. പ്ലെയിൻറ്റീവ് എന്താണ്? പ്ലെയിൻറ്റീവ് ഡിലൈറ്റഡ്. പ്ലെയിൻറ്റീവ് ഡിലൈറ്റഡ്. പ്ലെയിൻറ്റീവ് ഡിലൈറ്റഡ്. pompously humbly. pompously humbly. futility. futility usefulness. futility usefulness. fickle constant. fickle constant. alleviate aggravate. subversion complaints. dusk dawn. torment relieve. mad sane. fact fiction. നെക്സ്റ്റ് 11ാമത്തെ ആന്റോണിയം നോക്കൂ.
കൺസീൽ എന്താണ്? കൺസീൽ റിസീവ് ആണ്. കൺസീൽ എന്താണ്? റിസീവ്. കൺസീൽ പറഞ്ഞാൽ എന്താണ്? ഒളിപ്പിക്കുക. കൺസീൽ എന്താണ്? ഒളിപ്പിക്കുക കേട്ടോ. കൺസീല് ഒളിപ്പിക്കുക. അപ്പൊ റിസീവ് എന്താണ്? റിസീവ് സ്വീകരിക്കുക അല്ലെ? റിസീവ് സ്വീകരിക്കുക. സീസ് എന്താണ്? സീസ് ബിഗിൻ ആണ്. സീസ് പറഞ്ഞാൽ ബിഗിൻ ആണ്. സീസ് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. സീസ് എന്താണ്? അവസാനിപ്പിക്കുക. അപ്പൊ ബിഗിൻ എന്തായിരിക്കും? അപ്പൊ ബിഗിൻ എന്തായിരിക്കും? തുടക്കം കുറിക്കുക അല്ലെ? ബിഗിൻ എന്താണ്? തുടക്കം കുറിക്കുക. തുടക്കം കുറിക്കുക. ഓക്കെ. ലയബിലിറ്റി. ലയബിലിറ്റി അസറ്റ് ആണ്. ലയബിലിറ്റി എന്താ? കടം അല്ലെ? കടം അല്ലെങ്കിൽ ബാധ്യത എന്നൊക്കെ പറയാം. കടം അല്ലെങ്കിൽ ബാധ്യത. എനിക്ക് ലയബിലിറ്റി ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് പറയാം അല്ലെ? ലയബിലിറ്റി എന്താണ്? കടം അല്ലെങ്കിൽ ബാധ്യത. അസറ്റ് എന്താണ്? അസറ്റ് എന്താണ്? സമ്പത്ത് അല്ലെ? സമ്പത്ത്. അസറ്റ് എന്താണ്? സമ്പത്ത്. അടുത്തത് പെസിഫൈ. എന്താ പെസിഫൈ? എക്സൈറ്റി ആണ്. പെസിഫൈ എന്താണ്? എക്സൈറ്റി. എക്സൈറ്റ്. പെസിഫൈ എന്താണ്? എക്സൈറ്റ് ആണ് കേട്ടോ. പെസിഫൈ എക്സൈറ്റ്. ഇവിടെ വൈ അല്ല കേട്ടോ മക്കളെ, ഈ ആണ്. എക്സൈറ്റ് ആണ്. പെസിഫൈ എക്സൈറ്റ്. പെസിഫൈ എന്താ? എന്താണ്? മനസ്സ് തണുക്കുക അല്ലെങ്കിൽ ശാന്തമാകുക എന്ന് പറയില്ലേ? ശാന്തമാകുക. ശാന്തമാകുക അല്ലെങ്കിൽ മനസ്സ് തണുക്കുക അല്ലെങ്കിൽ ശമിപ്പിക്കുക അല്ലെങ്കിൽ എന്നൊക്കെ പറയാം കേട്ടോ. ശാന്തമാകുക, ശമിപ്പിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് പാസിഫൈ എന്ന് പറയുന്നത്. എക്സൈറ്റ് എന്താണ്? എക്സൈറ്റ് നമ്മൾ ഭയങ്കര എക്സൈറ്റ് ആയി എന്ന് പറയില്ലേ? എക്സൈറ്റ് ആയി എന്താണ്? ആവേശം സൃഷ്ടിക്കുക അല്ലെ? ആവേശം. ആവേശം സൃഷ്ടിക്കുക. ആവേശം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഉല്ലാസഭരിതമാകുക എന്ന അർത്ഥത്തിലാണ് കേട്ടോ. പെസിഫൈ ശാന്തമാകുക, എക്സൈറ്റി ആവേശം സൃഷ്ടിക്കുക. ഇനി എക്സൈറ്റിംഗ്. എന്താ എക്സൈറ്റിംഗിന്റെ ഓപ്പോസിറ്റ്? ഡ്രിയറി ആണ്. എന്താണ്? എക്സൈറ്റിംഗിന്റെ ഓപ്പോസിറ്റ് ഡ്രിയറി ആണ്. എന്താ എക്സൈറ്റിംഗ്? ഭയങ്കര എക്സൈറ്റിംഗ് ആയി എന്ന് പറയില്ലേ? ആവേശഭരിതം അല്ലെ? ആവേശഭരിതമായ, ആവേശഭരിതമായ അല്ലെങ്കിൽ കൗതുകപരമായ അല്ലെങ്കിൽ ഉത്തേജനപരമായ എന്നൊക്കെ അർത്ഥത്തിലാണ് എക്സൈറ്റിംഗിന് ഉപയോഗിക്കുന്നത്. ഡ്രിയറി എന്താ? വിരസമായ അല്ലെ? എന്താണ്? വിരസമായ. ആവേശഭരിതമായ എക്സൈറ്റിംഗ്, ഡ്രിയറി വിരസമായ. ആൻസെസ്റ്റർ. ആൻസെസ്റ്ററിന്റെ ഓപ്പോസിറ്റ് ഡിസെൻഡൻസ് ആണ്. ആൻസെസ്റ്ററിന്റെ ഡിസെൻഡൻസ് ആണ്. ആൻസെസ്റ്റർ എന്താണ്? പൂർവ്വജന്മക്കാരില്ലേ? നമ്മുടെ പൂർവികര് എന്ന് പറയില്ലേ? നമ്മള് പൂർവ്വജന്മക്കാർ അല്ലെങ്കിൽ പൂർവികർ എന്ന അർത്ഥത്തിലാണ് ആൻസെസ്റ്റർ എന്ന് പറയുന്നത്. ഡിസെൻഡൻസ് എന്താണ്? ഡിസെൻഡൻസ് പിൻതലമുറക്കാർ, അതിനുശേഷമുള്ളത് അല്ലെ? പിൻതലമുറ. പിൻതലമുറ. ഓക്കെ. ആൻസെസ്റ്റർ പൂർവ്വജന്മക്കാരും ഡിസെൻഡൻസ് പിൻതലമുറക്കാരും. ഇമ്പൾസീവ്. ഇമ്പൾസീവിന്റെ ഓപ്പോസിറ്റ് കോഷ്യസ് ആണ്. ഇമ്പൾസീവ്, കോഷ്യസ്. ഇമ്പൾസീവ് എന്താ? ആവേശത്തിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിലാണ്. എന്താണ്? ആവേശത്തിൽ അല്ലെ? ഒരു ആവേശം വന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അല്ലെ? ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഉണ്ടാകാണ്ടിരിക്കും അല്ലെ? ആവേശത്തിൽ ചില ദിവസങ്ങളിൽ കിടന്നെണിക്കുമ്പോൾ ഒരു ഇതുണ്ട്, ആവേശത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യും? ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് മുഴുവൻ തീർക്കും എന്ന് പറയും ഇല്ലേ? അന്നൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് ടോപ്പിക്കൊക്കെ തീർത്ത് വൈകുന്നേരമൊക്കെ നല്ല സംതൃപ്തിയൊക്കെ ഞാൻ ഇന്ന് ചെയ്തു. പിറ്റേ ദിവസം വിചാരിക്കും രാത്രി കിടക്കുമ്പോൾ ഞാൻ നേരം വെളുത്തി എണിച്ച് അങ്ങോട്ട് ഇരുന്ന് ഇന്ന ടോപ്പിക്ക് അങ്ങോട്ട് തീർക്കുന്നു പറയും. ചിലപ്പോൾ അന്നത്തെ ദിവസം എന്തായിരിക്കും? ഒന്നും ചെയ്യില്ല അല്ലെ? അപ്പൊ അതേപോലെ ഇമ്പൾസീവ് എന്താണ്? ആവേശത്തിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിലാണ്. കോഷ്യസ് എന്താണ്? സൂക്ഷ്മത പാലിക്കുക കേട്ടോ. എന്താണ്? ഓക്കെ. എന്താണ്? അതായത് ഇപ്പൊ ഇമ്പൾസീവ് എന്ന് പറയുമ്പോൾ ആവേശത്തിൽ പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിലും വരും. അതുപോലെ ഈ എന്താ പറയാ, ജാഗ്രതയില്ലാതെ എന്ന് പറയില്ലേ? അതായത് പെട്ടെന്നൊരു ആവേശത്തിൽ അങ്ങോട്ട് എടുത്തു ചാടും അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും? എടുത്തു ചാടും അല്ലെ? അതിനുള്ള മുൻകൂട്ടി തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ അല്ലെ? അങ്ങനെ എന്താണ്? ജാഗ്രത ഇല്ലാതെ എന്ത് ചെയ്യാം? പ്രവർത്തിക്കുന്നതിനെയും ഇമ്പൾസീവ് എന്ന് പറയാം. കോഷ്യസ് എന്താണ്? ജാഗ്രതയോടെ അല്ലെ? ജാഗ്രതയുള്ള ഏതോട് കൂടിയിട്ടാണ് കോഷ്യസ് എന്നതിന്റെ അർത്ഥത്തിൽ. അടുത്തത് റിപ്രോച്ച്. റിപ്രോച്ചിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൈസ് ആണ്. റിപ്രോച്ച്, പ്രൈസ്. കുറ്റം നിന്ന, കുറ്റപ്പെടുത്തി എന്നൊക്കെ പറയാറില്ലേ? കുറ്റപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ്.
കുറ്റവിമർശനം ഒക്കെ നടത്തുമല്ലോ, കുറ്റപ്പെടുത്തി എന്ന അർത്ഥത്തിലാണ് എന്ത് പറയുന്നത്, റിപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ പ്രൈസ് എന്തായിരിക്കും, കുറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, പ്രശംസിക്കുകയായിരിക്കും അല്ലേ, പ്രശംസ അല്ലെ, അല്ലെങ്കിൽ സ്തുതി എന്ന അർത്ഥത്തിലൊക്കെ പ്രൈസ് എന്ന് പറയാം. കൺസീൽ എന്താണ്, റിസീവ്, കൺസീൽ റിസീവ്, കൺസീൽ റിസീവ്, ഒപ്പം പഠിച്ചോ, കൺസീൽ റിസീവ്, സീസ് ബിഗിന്, ലയബിലിറ്റി അസറ്റ്, പസിഫൈ എക്സൈറ്റ്, എക്സൈറ്റിംഗ് ഡ്രിയറി, എക്സൈറ്റിംഗ് ഡ്രിയറി, എക്സൈറ്റിംഗ് ഡ്രിയറി, ആൻസെസ്റ്റർ ഡിസെൻഡൻസ്, ആൻസെസ്റ്റർ ഡിസെൻഡൻസ്, ആൻസെസ്റ്റർ ഡിസെൻഡൻസ്, ഇമ്പൾസീവ് കോഷ്യസ്, ഇമ്പൾസീവ് കോഷ്യസ്, കോഷ്യസിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇമ്പൾസീവ്, കോഷ്യസിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇമ്പൾസീവ്, ഇമ്പൾസീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്, കോഷ്യസ്. റിപ്രോച്ച് പ്രൈസ്, റിപ്രോച്ച് പ്രൈസ്. നെക്സ്റ്റ് അലീവിയേറ്റ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, കാരണം ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. അലീവിയേറ്റ്, അഗ്രവേറ്റ്, അലീവിയേറ്റ് എന്താണ്, അഗ്രവേറ്റ്, അലീവിയേറ്റ് എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്, ലഘൂകരിക്കുക എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലേ. അലൂവിയേറ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്, ലഘൂകരിക്കുക, അപ്പോൾ കഠിനമാക്കലാണ് ഏത്, എന്താണ് അഗ്രവേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫെസിലിറ്റേറ്റ്, ഫെസിലിറ്റേറ്റിന്റെ ഓപ്പോസിറ്റ് ഇംപെഡ്, എന്താണ് ഫെസിലിറ്റേറ്റ്, സൗകര്യമൊരുക്കുക, ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, സൗകര്യമാക്കുക. അപ്പൊ ഇംപെഡ് എന്തായിരിക്കും, തടസ്സപ്പെടുത്തുക അല്ലെ, തടസ്സപ്പെടുത്തുക, തടസ്സപ്പെടുത്തുക. ഓക്കെ, അടുത്തത് എൻഡോദം, എൻഡോദം എന്താണ്, ഡിവസ്റ്റ് അല്ലെ, ഡൈവസ്റ്റ് അല്ലെ, ഡൈവസ്റ്റ്, ഡൈവസ്റ്റ് എന്നാണ് ഡിവസ്റ്റ് എന്നാണ് പറയാ, ഡൈവസ്റ്റ് ആയിരിക്കാം അല്ലെ. എൻഡോദം, ഡൈവസ്റ്റ് എന്താണ്, എൻഡോദം പറയുമ്പോ അതായത് ഇപ്പോ നമ്മളൊരു കാര്യം അവർക്ക് നൽകുക എന്ന് പറയില്ലേ, അവർക്ക് നൽകുക, അവർക്ക് നൽകുക, അല്ലെങ്കിൽ സമ്പന്നനാക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് സമ്പന്നനാക്കുക എൻഡോദം എന്ന് പറയുമ്പോ. അപ്പോൾ ഡൈവസ്റ്റ് എന്തായിരിക്കും, ഡൈവസ്റ്റ് എന്തായിരിക്കും, ഉപേക്ഷിക്കുക അല്ലെ, അവർക്ക് നൽകുന്ന സമയത്ത് അത് കൊടുക്കലാണ് അല്ലെ, പക്ഷെ അതിനെ ഉപേക്ഷിക്കലാണ് ഏത് വരുന്നത്, ഡൈവസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ സമ്പന്നനാക്കാതിരിക്കുക, അവരുടെ സമ്പത്തിനേക്കാൾ എടുത്ത് കളയുക എന്ന അർത്ഥത്തില് ഡൈവസ്റ്റ് വരും. എൻഡോദം അവർക്ക് നൽകുക അല്ലെങ്കിൽ സമ്പന്നനാക്കുക എന്ന അർത്ഥത്തിലും, ഡൈവസ്റ്റ് എന്താണ്, അവരുടെ സമ്പത്തിനെ എടുത്ത് കളയുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഡൈവസ്റ്റ് വരുന്നത്. അടുത്ത വിവിഡ്, വിവിഡ് എന്താണ്, വാഗ് അല്ലെ, വിവിഡ് എന്താണ്, വാഗ്, വിവിഡ് എന്താണ് അർത്ഥം, സ്പഷ്ടം, എന്താണ് സ്പഷ്ടമായ, സ്പഷ്ടമായ അല്ലെങ്കിൽ തീവ്രമായ എന്ന അർത്ഥത്തിലാണ് കേട്ടോ, സ്പഷ്ടമായ അല്ലെങ്കിൽ തീവ്രമായ എന്ന അർത്ഥത്തിലാണ് വിവിഡ് പറയുന്നത്. അപ്പൊ വാഗ് എന്തായിരിക്കും, വാഗ് എന്തായിരിക്കും പറയൂ, തീവ്രമല്ലാത്തതാകുമ്പോൾ എന്തായിരിക്കും, അല്ലേ, സ്പഷ്ടമായ എന്ന് പറയുമ്പോൾ അസപഷ്ടമായ എന്ന അർത്ഥത്തില് എന്ത് വരും, വാഗ് വരും ട്ടോ, അല്ലെങ്കിൽ മറഞ്ഞു പോകുക. തീവ്രമായ എന്ന് പറയുമ്പോൾ നല്ല കഠിനമായ അല്ലെ, അപ്പോ തീവ്രമല്ലാത്തത് അല്ലെ, മറഞ്ഞു പോകുക എന്ന അർത്ഥത്തില് വാഗ് വരും. ഡിഫീറ്റ് എന്താണ്, ഡിഫീറ്റ് ട്രിംഫ് ആണ്, ഡിഫീറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ട്രിംഫ്. ഡിഫീറ്റ്, ഡിഫീറ്റ് എന്താ, പരാജയം വരുത്തുക, പരാജയം വരുത്തുക ആണ് ഡിഫീറ്റ്. ഡിഫീറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ട്രിംഫ്, വിജയം വരുത്തുക അല്ലെ, വിജയം വരുത്തുക, പരാജയം വരുത്തുക, ഡിഫീറ്റ്, ട്രിംഫ് വിജയം വരുത്തുക. അലിവിയേറ്റ്, അഗ്രവേറ്റ്, ഫെസിലിറ്റേറ്റ്, ഫെസിലിറ്റേറ്റ്, ഇംപെഡ്, ഫെസിലിറ്റേറ്റ് എന്താ മക്കളെ, ഇംപെഡ്, എൻഡോദം, ഡൈവസ്റ്റ്, എൻഡോദം, ഡൈവസ്റ്റ്, വിവിഡ്, വേഗ്, ഡിഫീറ്റ്, ട്രിംഫ്, ഡിഫീറ്റ് എന്താണ്, ട്രിംഫ്. പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ താഴെ കമന്റ് ചെയ്തുകൊണ്ടാണ് സത്യം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആർട്ടിക്കിൾ ക്ലാസ്സിൽ, കാരണം ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ റെക്കോർഡ് ഓൺ ആക്കാതെ റെക്കോർഡ് ചെയ്തു, അതാണ് അവിടെ അത്. പക്ഷെ ഞാൻ അതിലെല്ലാം എഴുതി വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ സൗണ്ട് വന്നിട്ടില്ല അല്ലെ, കാരണം ഞാൻ അതിൽ സ്കിപ്പ് ചെയ്തതല്ല, ഞാൻ ഇവിടെ റെക്കോർഡ് ഓൺ ആക്കാതെ, അത് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കും, അവിടെ റെക്കോർഡ് ഓൺ അല്ലെങ്കിൽ എന്താകും, അവിടെ ഓൺ ആയിട്ട് റെക്കോർഡ് ഇങ്ങനെ കാണിക്കും, എല്ലാം എഴുതും ഒക്കെ ചെയ്യും, പക്ഷെ ഇവിടെ ഓൺ ആയാലേ അത് അവിടെ വർക്കിംഗ് ആവുള്ളൂ. അതിലവിടെ സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ നോക്കട്ടെ, ഈ ആഴ്ച തന്നെ ഞാൻ ആ സ്ലൈഡ് ഉണ്ടല്ലോ, ഞാൻ ഈ
ചെയ്ത ക്ലാസ്സിന് പിൻവലിച്ചിട്ട് ഞാൻ ആ സ്ലൈഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, എടുക്കാത്ത ഭാഗങ്ങൾ, അതും കൂടി എടുത്തിട്ട് ഒന്ന് റീ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ചെയ്തുതരാം. കാരണം ഞാൻ ആർട്ടിക്കിളിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അത് എടുത്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചാൽ നിങ്ങൾക്ക് ആർട്ടിക്കിളിൽ നിന്നുള്ള ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോ ആർട്ടിക്കിളിൽ നിന്നുള്ള ഒരു മാർക്ക്, സിനോണിയംസിൽ ഒരു മാർക്ക്, ആന്റോണിയംസിൽ ഒരു മാർക്ക്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഓക്കെ ആക്കിയിട്ട് പോവുകയാണ്. ഓരോരോ മാർക്ക് നമ്മൾ മെയിൻസിനാണെങ്കിൽ 10 മാർക്കിന് അല്ലേ, 10 മാർക്കിന്, ഡിഗ്രി ലെവലിലാണെങ്കിൽ നമുക്ക് 20 മാർക്കിനുള്ളതാണ്. അപ്പൊ ഈ ലെവലിൽ നമ്മൾ പഠിച്ച് ഓരോരോ മാർക്ക് നമ്മുടെ കൈവശം വെച്ച് പോവുകയാണ് കേട്ടോ. അപ്പൊ അതിന് എന്തായാലും ഞാനത് റീ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ നിങ്ങൾക്ക്. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാനത് ക്ലാസ് ഒന്നുകൂടി എടുത്തിട്ട് ഒന്ന് നോക്കിയത് കേട്ടോ. എന്തായാലും ഒരുപാട് നന്ദി കൂട്ടുകാരെ അറിയിച്ചതിന് കേട്ടോ. അടുത്ത നോക്കൂ, നമുക്കൊന്നും കൂടി റിവിഷൻ ചെയ്ത മക്കളെ. അലീവിയേറ്റ് എന്താണ്? അഗ്രവേറ്റ് ആണ്. ഫെസിലിറ്റേറ്റ് എന്താണ്? ഫെസിലിറ്റേറ്റ് ഇംപെഡ് അല്ലേ, ഇംപെഡ്. എൻഡോദം ഡൈവസ്റ്റ്, വിവിഡ് വേഗ്, ഡിഫീറ്റ് ട്രിംഫ്, ഡിഫീറ്റ് ട്രിംഫ്. 24 ലൊക്കേഷ്യസ് റെറ്റിസെന്റ്. ലൊക്കേഷ്യസ് എന്താണ്? റെറ്റിസെന്റ്. ലൊക്കേഷ്യസ് പറഞ്ഞാൽ നന്നായിട്ട് അധികം സംസാരിക്കുന്നവരെ പറയുന്നതാണ് കേട്ടോ. അധികം സംസാരിക്കുന്ന എന്ന അർത്ഥത്തിലാണ് ലൊക്കേഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ റെറ്റിസെന്റ് എന്തായിരിക്കും? സംസാരക്കുറവുള്ള അല്ലെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന എന്ന അർത്ഥത്തില് റെറ്റിസെന്റ്. അഫിലന്റ് എന്താ? പുവർ അല്ലെ. അഫിലന്റ് ആരാണ്? ധനികനാണ് അല്ലെ, സമ്പന്നനാണ് അഫിലന്റ് എന്ന് പറയുന്നത്. അപ്പൊ പുവർ ആരായിരിക്കും? ദരിദ്രനായിരിക്കും. എക്സ്ട്രാവഗന്റ്, ഫ്രുഗൽ, ത്രിഫ്റ്റി, ഇത് രണ്ടും വരും കേട്ടോ. രണ്ടും ചോദിച്ച ഓപ്ഷൻ രണ്ടും വന്നതാണ് കേട്ടോ. എക്സ്ട്രാവഗന്റ് സ്റ്റേറ്റ്മെന്റ് ലെവലായിരുന്നു കേട്ടോ. എക്സ്ട്രാവഗന്റ്, ഫ്രുഗൽ, ത്രിഫ്റ്റി രണ്ടും പറയും കേട്ടോ. എക്സ്ട്രാവഗന്റ്, ഫ്രുഗൽ, ത്രിഫ്റ്റി. എക്സ്ട്രാവഗന്റ് എന്താ? നല്ല, അതായത് എക്സ്ട്രാവഗന്റ് പറയുമ്പോ അധിക ചെലവ് എന്ന് പറയില്ലേ നമ്മള്, അതായത് നിയന്ത്രണമില്ലാത്ത ചെലവ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പറയില്ല, അവന് ഭയങ്കര ചെലവ് കൂടുതലാണ് എന്ന് പറയില്ല. അതായത് ഈ മിതിയില്ലാതെ ചിലവഴിക്കുക എന്ന് പറയും. മിതിയില്ലാതെ, അതായത് നിയന്ത്രണമില്ലാതെ തന്നെ എന്ത് ചെയ്യാണ്, ഒരുപാട് ദൂർത്തടിക്കുക എന്ന് പറയില്ലേ, ചിലവഴിക്കുന്നതിനെയാണ് എക്സ്ട്രാവഗന്റ് എന്ന് പറയുന്നത്. ഫ്രുഗൽ, ത്രിഫ്റ്റി ഇതൊക്കെ എന്താണ്? മിതമായിട്ട് ചെലവുള്ളവരെയാണ് കേട്ടോ. അതുകൊണ്ട് അത് രണ്ട് മീനിങ് മനസ്സിലാക്കണം. ഫ്രുഗൽ, ത്രിഫ്റ്റി രണ്ടും നോക്കണം കേട്ടോ. പെറിഷ്, പെറിഷ് എന്താ? പെറിഷ് എന്താണ്? നശിക്കുക. പെറിഷ് എന്താണ്? നശിക്കുക അല്ലെങ്കിൽ മരിക്കുക. നശിക്കുക, മരിക്കുക, ചത്തുപോവുക എന്നൊക്കെ അർത്ഥത്തില് പെറിഷ് എന്ന് പറയും. ലിവ് എന്താ? അപ്പൊ ജീവിക്കുക അല്ലെ. ലിവ് എന്താ? അത് നമുക്കറിയാം, ജീവിക്കുക എന്നപ്പോ ഇവിടെ ഇപ്പൊ ലിവ് നമുക്ക് ജീവിക്കുക എന്നറിയും. അപ്പൊ പക്ഷെ പെറിഷാണ് മരിക്കുക എന്നുള്ള അർത്ഥത്തിൽ അറിയണല്ലേ. പെറിഷ് പറയെന്താ? മരിക്കുക എന്ന അർത്ഥത്തില്. ക്രൗഡഡ്, ക്രൗഡഡ് എന്താ? കൂട്ടം കൂടിയ അല്ലെ, ഒരുപാട് കൂട്ടം അല്ലെ, കൂട്ടം കൂടിയ അല്ലെ, ഒരുപാട് കൂട്ടം കൂടിയ അല്ലെങ്കിൽ തിങ്ങിയിരിക്കുന്ന, ജനസാന്ദ്രത എന്നൊക്കെ പറയാം അല്ലെ, ക്രൗഡഡ്. അപ്പൊ ഡെസേർട്ട് എന്താണ്? ശൂന്യമായ. ഡെസേർട്ടഡ് ശൂന്യമായ. ഫെസിലിറ്റസ്, ഫെസിലിറ്റസ്, ഫെലിസിറ്റസ് ട്ടോ. ഫെലിസിറ്റസ്. ഇൻഅപ്രോപ്രിയേറ്റ് എന്താണ്? ഫെലിസിറ്റസ് പറയുമ്പോൾ യോഗ്യമായ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. യോഗ്യമായ അല്ലെങ്കിൽ അനുയോജ്യമായ, യോഗ്യമായ അല്ലെങ്കിൽ അനുയോജ്യമായ അല്ലെങ്കിൽ അനുകൂലമായ എന്നൊക്കെ പറയാം. എന്താണ്? ഫെലിസിറ്റസ്. അപ്പൊ ഇൻഅപ്രോപ്രിയേറ്റ് എന്തായിരിക്കും? യോജിച്ചിട്ടില്ലാത്ത, അനുകൂലമല്ലാത്ത, യോഗ്യമല്ലാത്ത എന്ന അർത്ഥത്തിൽ വരും അല്ലേ. അപ്പൊ ഫെലിസിറ്റസ് എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ്. നെക്സ്റ്റ് സാഗാഷ്യസ്. എന്താണ് സാഗാഷ്യസ്? ഫൂളിഷ് അല്ലെ, തീവ്ര ബുദ്ധിയുള്ള എന്ന അർത്ഥത്തിലാണ് സാഗാഷ്യസ് വരുന്നത്. തീവ്ര ബുദ്ധിയുള്ള, തീവ്ര ബുദ്ധിയുള്ള അല്ലെ, വിവേകശാലി എന്നൊക്കെ പറയാം സാഗാഷ്യസ്. ഫൂളിഷ് ആരാണ്? മൂഢനാണ് അല്ലെ, അനാവശ്യം അല്ലെ, അജ്ഞാനിയാണ് അല്ലെ, അറിവില്ലാത്തവനാണ്. ലൊക്കേഷ്യസ് റെറ്റിസെന്റ്, ലൊക്കേഷ്യസ് റെറ്റിസെന്റ്, ലൊക്കേഷ്യസ് റെറ്റിസെന്റ്, ലൊക്കേഷ്യസ് റെറ്റിസെന്റ്. അഫുലന്റ് പുവർ, എക്സ്ട്രാവഗന്റ് ഫ്രുഗൽ ത്രിഫ്റ്റി, പെറിഷ് ലിവ്, ക്രൗഡഡ് ഡെസേർട്ടഡ്, ഫെലിസിറ്റസ് ഇൻഅപ്രോപ്രിയേറ്റ്, സാഗാഷ്യസ് ഫൂളിഷ്. നോക്കൂ. ഇമാസിയേഷൻ. എന്താ ഇമാസിയേഷൻ പറയുമ്പോൾ? നമ്മുടെ ശരീരം ക്ഷയിക്കില്ലേ, ശരീരം
ക്ഷയിക്കുക എന്ന അർത്ഥത്തിലാണ്. അതായത് ഈ ഭക്ഷണക്കുറവ് കൊണ്ടുണ്ടാകുന്ന ക്ഷീണത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഇമാസിയേഷൻ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്, ശരീരക്ഷയം. അപ്പോ ഇൻവിഗറേഷൻ എന്തായിരിക്കും? ഉജ്ജീവനം അല്ലേ? എന്താണ്? ഉജ്ജീവന, ശരീരക്ഷീണമൊന്നും ഇല്ലാതെ നല്ല ഉത്തേജനവും നല്ല ശക്തിയുമുള്ളതൊക്കെ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഇൻവിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണക്കുറവ് മൂലം ഉണ്ടാകുന്ന ക്ഷീണം, ശരീരം ക്ഷയിക്കുക എന്ന അർത്ഥത്തിലാണ് ഇമാസിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത കോഷ്യസ് റെക്ലസ് ആണ്. കോഷ്യസ് എന്താണ്? റെക്ലസ്, ജാഗ്രത. കോഷ്യസ് എന്താണ്? ജാഗ്രത. കോഷ്യസ് എന്താണ്? ജാഗ്രത അല്ലെങ്കിൽ സൂക്ഷിച്ചു നടക്കുക എന്ന അർത്ഥത്തിലാണ് കോഷ്യസ് എന്ന് പറയുന്നത്. റെക്ലസ് എന്താണ്? അവിവേകി അല്ലേ? എന്താണ്? ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കോഷ്യസ്, ജാഗ്രതയില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് റെക്ലസ് എന്ന് പറയുന്നത്. ചിയർഫുൾ എന്താണ്? സന്തോഷമുള്ള അല്ലേ? ചിയർഫുൾ എന്താണ്? സന്തോഷമുള്ള. അപ്പൊ ഗ്ലൂമി എന്തായിരിക്കും? ദുഃഖിതമായ അല്ലെ? ദുഃഖിതമായ എന്ന അർത്ഥത്തിലാണ്, വിഷാദപൂർണമായ എന്ന അർത്ഥത്തിൽ. എക്സസീവ് എന്താ? മോഡറേറ്റ്. എക്സസീവ് അമിതമായ. എക്സസീവ് എന്താണ്? അമിതമായ. ഇനിയോ മോഡറേറ്റ് എന്തായിരിക്കും? മിതമായ അല്ലെ? എക്സസീവ് അമിതമായ, മോഡറേറ്റ് മിതമായ. ഡെഫിസിറ്റ് സർപ്ലസ് ഇല്ലേ? ഡെഫിസിറ്റ് എന്താണ്? കുറവാണ് അല്ലേ? ഡെഫിസിറ്റ് ഭയങ്കര ഡെഫിസിറ്റി ആണ് എന്ന് പറയും അല്ലേ? കുറവാണ്. സർപ്ലസ് എന്താണ്? അധികമാണ് അല്ലേ? സർപ്ലസ് അധികം. റെഗുലർ ഇറഗുലർ അല്ലെ? ക്രമമായ അല്ലെങ്കിൽ സ്ഥിരമായ അല്ലെങ്കിൽ ക്രമം അല്ലെ? ക്രമമായ അല്ലേ? ഇവിടെ എന്താണ്? ക്രമമില്ലാത്ത എന്ന അർത്ഥത്തില് ഇറഗുലർ പറയുന്നു. കാലസ് എന്താ? കാലസ് എന്താണ്? കരുണയില്ലാത്ത അല്ലെങ്കിൽ കഠിന ഹൃദയൻ എന്നൊക്കെ പറയാം. അവരെയാണ് എന്ത് പറയുന്നത്? കാലസ് എന്ന് പറയുന്നത്. കമ്പാഷനേറ്റ് എന്തായിരിക്കും? കരുണയുള്ള വ്യക്തിനെയാണ് കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. കരുണയുള്ള വ്യക്തിയെയാണ് കേട്ടോ. ഇമാസിയേഷൻ, ഇൻവിഗറേഷൻ. ഇമാസിയേഷൻ, ഇൻവിഗറേഷൻ. കോഷ്യസ് റെക്ലസ്, ചിയർഫുൾ ഗ്ലൂമി, എക്സസീവ് മോഡറേറ്റ്, ഡെഫിസിറ്റ് സർപ്ലസ്, റെഗുലർ ഇറഗുലർ, കെയർലെസ് കമ്പാഷനേറ്റ്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഇമാസിയേഷൻ, കോഷ്യസ്, ചിയർഫുൾ, എക്സസീവ്, ഡെഫിസിറ്റ്, റെഗുലർ, കെയർലെസ്, ബാക്കിലത്തെ സ്ക്രീൻ നോക്കാൻ പാടില്ല കേട്ടോ. നല്ല സത്യസന്ധമായിട്ട് ചെയ്യണേ. ഇമാസിയേഷന്റെ വിപരീത ഓപ്പോസിറ്റ് എന്താണ് പറഞ്ഞതെന്ന് നോക്കിയിട്ടൊന്ന് ചെയ്യേ. കോഷ്യസിന്റെ ഇമാസിയേഷൻ എന്താണ് ചെയ്തു നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്നില്ല, ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇതിന്റെ ഒക്കെ ഒന്ന് ചെയ്തു നോക്ക. അടുത്ത ആക്സിഡന്റൽ ഇന്റൻഷണൽ. ആക്സിഡന്റൽ എന്താണ്? യാദൃച്ഛികമായ എന്ന അർത്ഥത്തില് എന്താണ്? ആക്സിഡന്റൽ. അപ്പൊ ഇന്റൻഷണൽ എന്തായിരിക്കും? ഇത് യാദൃച്ഛികമാണെങ്കിൽ ഇത് ഉദ്ദേശത്തോടു കൂടി നടന്നതായിരിക്കും അല്ലെ? ഉദ്ദേശപൂർവമായ. കണ്ടാമിനേറ്റ് എന്നാണ്? കണ്ടാമിനേറ്റ്, പ്യൂരിഫൈ. കണ്ടാമിനേറ്റ് എന്താണ്? കണ്ടാമിനേറ്റ് മലിനമാക്കുക. പ്യൂരിഫൈ എന്താണ്? പ്യൂരിഫൈ ശുദ്ധമാക്കുക. ഹാർമോണിയസ് ഭംഗിയോടെ അല്ലെ? ഐക്യമായ. ഹാർമോണിയസ് എന്താണ്? ഐക്യമായ അല്ലെങ്കിൽ ഭംഗിയോടെ ഓക്കെ. ഹാർമോണിയസ്. അപ്പൊ ഡിസ്കോർഡന്റ് എന്തായിരിക്കും? വൈരുദ്ധ്യമുള്ള അല്ലെ? ഭംഗിയായ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വൈരുദ്ധ്യമുള്ള, ഡിസ്കോർഡന്റ്. പെട്രിഫൈഡ് എന്താണ്? ഭയത്തോടുകൂടി. പെട്രിഫൈഡ് എന്താണ്? ഭയരുദ്ധമായ എന്ന അർത്ഥത്തിൽ, ഭയത്തോടുകൂടിയ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. പെട്രിഫൈഡ്. ബ്രേവ് എന്തായിരിക്കും? ധീരനായ അല്ലെ? ധീരനായ അല്ലെങ്കിൽ എന്താണ്? ഭയമില്ലാത്ത വ്യക്തിയാണ് ബ്രേവ്. അവന് നല്ല ബ്രേവ് ആണ് എന്ന് പറയില്ലേ? നല്ല ധൈര്യമുള്ളവനാണ് അല്ലെ? ധീരനായ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ പെട്രിഫൈഡ് എന്താണ്? ഭയരുദ്ധമായ, ധീരനല്ലാത്ത വ്യക്തിയാണ് പെട്രിഫൈഡ്. ഡെഫിയൻസ് സബ്മിഷൻ. ഡെഫിയൻസ് എന്താണ്? സബ്മിഷൻ. അതായത്
ഡെഫിയൻസ് എന്താണ്? നമ്മൾ എതിർക്കുക എന്ന് പറയില്ലേ, എതിർക്കുക എന്ന അർത്ഥത്തിലാണ് ഡെഫിയൻസ് എന്ന് പറയുന്നത്. അതായത് അനുസരണ ഇല്ലാത്ത വ്യക്തികളെയാണ് എന്തു പറയുന്നത്? ഡെഫിയൻസ് എന്ന് പറയുന്നത്. സബ്മിഷൻ എന്താണ്? സബ്മിഷൻ എന്തായിരിക്കും? നല്ല അനുസരണയോട് കൂടിയിട്ടായിരിക്കും അല്ലെ? അനുസരണം അല്ലെ? അനുസരണം ഉണ്ടാകും. എതിർക്കലാണ് ഡെഫിയൻസ്, സബ്മിഷൻ അനുസരണം. അപ്രോപ്രിയേറ്റ് എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് യോഗ്യനായ അല്ലെ? യോഗ്യമായ അല്ലെങ്കിൽ ശരിയായ എന്നൊക്കെ അർത്ഥത്തിലാണ് അപ്രോപ്രിയേറ്റ്. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോൾ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത എന്നൊക്കെ വരും. ക്ലിയർ എന്താ? മർക്കി കേട്ടോ. ക്ലിയർ എന്ന് പറയുന്നത് തെളിഞ്ഞ, ക്ലിയർ ആണ്, തെളിഞ്ഞ അല്ലെങ്കിൽ സുതാര്യമായ. സുതാര്യമായ. ക്ലിയർ എന്താണ്? തെളിഞ്ഞ അല്ലെങ്കിൽ സുതാര്യമായ. മർക്കി എന്താണ്? മങ്ങിയ അല്ലെ? തെളിഞ്ഞത് ക്ലിയർ, നമ്മൾ ഭയങ്കര ക്ലിയർ ആണ് പറയും അല്ലേ? നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ, തെളിഞ്ഞ വെള്ളത്തിലല്ലേ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയാ. അപ്പൊ മർക്കി എന്താണ്? മങ്ങിയ. എന്താണ്? മങ്ങിയ. ക്ലോക്ക് വൈസ് എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് നമ്മൾ വേഗം പോയിട്ട് എഴുതും, ആന്റി ക്ലോക്ക് വൈസ് എഴുതും അല്ല കേട്ടോ, ഓപ്പോസിറ്റ്. ക്ലോക്ക് വൈസ് എന്താണ്? ഘടികാര ദിശ അല്ലെ? ഘടികാര ദിശയാണ് ക്ലോക്ക് വൈസ്. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്താണ്? അതിന്റെ വിപരീത ദിശ. ആക്സിഡന്റൽ, ഇന്റൻഷനൽ. എന്നും ആ ക്ലാസ് എടുക്കുന്ന സമയത്തില്ലേ, എന്നും അതൊരു സ്വഭാവമാണ്. എന്താണെന്നറിയോ? നമ്മള് ഒന്നുമില്ലാതെ നമ്മളവിടെ ഫ്രീ ആയിട്ട് ഒരു 10 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഫോൺ കോളും വരില്ല. എന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ ഇരുന്നോ എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഉത്സാഹത്തോടു കൂടി പിടിക്കും, ആ സമയത്തായിരിക്കും ആ കോള്. ഒരിക്കൽ കട്ട് ചെയ്താൽ വീണ്ടും അത് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. വീട്ടിലുള്ളവർക്ക് അറിയാം അത് ക്ലാസ് എടുക്കായിരിക്കും, അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. പക്ഷെ പുറത്തുനിന്നുള്ളവർ കേട്ടോ, കട്ട് ചെയ്ത് 2 പ്രാവശ്യം കട്ട് ചെയ്യും, 3 പ്രാവശ്യം കട്ട് ചെയ്യും, പിന്നെയും റിപ്പീറ്റ്. അതായത് ഒരു റിങ് അടിക്കുമ്പോഴേക്കും ഞാൻ കട്ട് ചെയ്യും. അപ്പൊ അറിയാം അത് എന്തെങ്കിലും അർജന്റ് കൊണ്ടായിരിക്കാം എന്ന് അറിയാം. പക്ഷെ എന്നാലും വിളിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന്റെ പരമാവധി ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യും. അത് എപ്പോഴാ ക്ലാസ് എടുക്കുന്ന സമയത്തായിരിക്കും കോളും വരിക. ഓക്കെ. ആക്സിഡന്റൽ എന്താണ്? ഇന്റൻഷനൽ. എന്താണ്? ആക്സിഡന്റൽ, ഇന്റൻഷനൽ. കണ്ടാമിനേറ്റ്, പ്യൂരിഫൈ. കണ്ടാമിനേറ്റ്, പ്യൂരിഫൈ. ഹാർമോണിയസ്, ഡിസ്കോർഡന്റ്. ഹാർമോണിയസ്, ഡിസ്കോർഡന്റ്. പെട്രിഫൈഡ്, ബ്രേവ്. ഡിഫിയൻസ്, സബ്മിഷൻ. അപ്രോപ്രിയേറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ്. ക്ലിയർ, മർക്കി. ക്ലോക്ക് വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ തോന്നുന്നു 2-3 പ്രാവശ്യം നന്നായിട്ട് റിപ്പീറ്റേഷൻ ചെയ്ത് വായിച്ച് 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 ഒരു 3-4 പ്രാവശ്യം ഈ നിറയെ വായിക്കുക. വായിച്ചിട്ട് ഇടയ്ക്ക് എന്ത് ചെയ്യുക? ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 1-2-3 പ്രാവശ്യം ഇരുന്ന് വായിക്കുക. അപ്പൊ 3-4 പ്രാവശ്യം അടുപ്പിച്ചത് വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ കാണുമ്പോൾ അവിടെ ആൻസർ ചെയ്യും കേട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് ഇനി 53ാമത്തെ നോക്കാം. എത്തനേഷ്യ. എത്തനേഷ്യയുടെ ഓപ്പോസിറ്റ് എന്താണ്? എത്തനേഷ്യയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഡയസ്തനേഷ്യ കേട്ടോ. ഡയസ്തനേഷ്യ. എത്തനേഷ്യയുടെ ഓപ്പോസിറ്റ് എന്താണ്? എന്താണ് എത്തനേഷ്യ? അതായത് നമുക്കറിയാം കൃപാമരണം എന്നാണ് കറക്റ്റ് മലയാളം വാക്ക് വരുന്നത് കേട്ടോ. എന്താണ്? കൃപാമരണം ട്ടോ. നമുക്കറിയാം എത്തനേഷ്യ ചെയ്യാന്ന് പറയും അല്ലേ? ഇനി ഡയസ്തനേഷ്യ എന്താണ്? പീഡനാജനകമായ കഠിനമായ ആ അർത്ഥത്തിലുള്ള ഒരു മരണമാണ് എന്ത് വരുന്നത്? ഡയസ്തനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു മരണമാണെങ്കിൽ എത്തനേഷ്യ. ഡയസ്തനേഷ്യ എന്താണ്? പീഡനാജനകമായ മരണം. ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ എന്താണ്? ഹാട്രഡ് അല്ലെ? ഹാട്രഡ്. ഇൻക്ലിനേഷൻ എന്താണ്? പ്രവണത. നമ്മൾ പറയില്ലേ പ്രവണത എന്ന അർത്ഥത്തിൽ കേട്ടോ. പ്രവണത. ഇൻക്ലിനേഷൻ എന്താണ്? പ്രവണത. ഹാട്രഡ് എന്താണ്? ദേഷ്യം അല്ലെ? ഡ്വെൽ. ഡ്വെൽ എന്താ? റോം കേട്ടോ. ഡ്വെൽ, റോം. ഡ്വെൽ പറഞ്ഞാൽ എന്താണ്? താമസിക്കുക. ഡ്വെൽ എന്താണ്? താമസിക്കുക. ഓക്കെ. താമസിക്കുക. നാഡിർ, സെനിത്ത്. നാഡിർ, സെനിത്ത്. ഏറ്റവും താഴ്ന്ന നില കേട്ടോ. ഏറ്റവും താഴ്ന്ന നിലയാണ് ഏത് വരുന്നത്? സെനിത്ത് വരുന്നത് കേട്ടോ. സോറി, നാഡിർ ഏറ്റവും താഴ്ന്ന നിലയാണ്. സെനിത്ത് എന്താണ്? അപ്പോ ഏറ്റവും ഉയർന്ന നില കേട്ടോ. ഏറ്റവും ഉയർന്ന നിലയാണ് സെനിത്ത്. നാഡിർ ഏറ്റവും താഴ്ന്ന നിലയാണ്. റെഡ്യുണ്ടന്റ്. എന്താ റെഡ്യുണ്ടന്റ്? നെസസറി അല്ലേ? റെഡ്യുണ്ടന്റ് എന്താണ്? നെസസറി. റെഡ്യുണ്ടന്റിന്റെ മീനിങ് ആവശ്യമില്ലാത്ത. എന്താണ്? ആവശ്യമില്ലാത്ത എന്ന അർത്ഥത്തിലാണ് റെഡ്യുഡന്ററി. റെഡ്യുഡന്റ്, നെസസറി, ആവശ്യമായത്. ആവശ്യമായത്. ഓക്കെയാണോ? എത്തനേഷ്യ, ഡയസ്തനേഷ്യ, ഇൻക്ലിനേഷൻ, ഹാട്രഡ്, ഡ്വെൽ, റോം, നാഡിർ, സെനിത്ത്, redundant, necessary. Redundant, necessary. Okay.
ഇനി നമ്മളിവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റ് OE ഓക്കെ നമ്മൾ 2023, 21, 22, 23, 24 എല്ലാം ചെയ്തു. നമുക്ക് 2025 നമുക്ക് എന്ത് ചെയ്യാം, സെക്രട്ടേറിയറ്റ് OEക്ക് നമ്മൾ ചോദിച്ച സിനോണിയംസ് സോറി ആന്റോണിയംസ് എന്താണ്? ഡെറിലിക്റ്റ് എന്താണ്? ഡെറിലിക്റ്റ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അറ്റന്റീവ്. ഡെറിലിക്റ്റ് എന്താണ്? അറ്റന്റീവ്. ഡെറിലിക്റ്റ് എന്താണ്? അറ്റന്റീവ്. ഓക്കെ, ഡെറിലിക്റ്റിന്റെ മീനിങ് എന്താണ്? ഉപേക്ഷിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. എന്താണ്? ഉപേക്ഷിക്കപ്പെട്ടത്. ഡെറിലിക്റ്റ് എന്താണ്? ഉപേക്ഷിക്കപ്പെട്ടത്. അറ്റന്റീവ് എന്താണ്? ശ്രദ്ധയോടെ ഉള്ളത് കേട്ടോ. ശ്രദ്ധയോടെ ഉള്ളതാണ് അറ്റന്റീവ്. ഡെറിലിക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടത്. കാറ്റഗറി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 54/2025. ഇനി അതേപോലെ നമ്മുടെ ഏതാണ് ഒരു എക്സാമിന് നമുക്കത് സിനോണിയംസ്, നമ്മൾ ഇതിൽ ആന്റോണിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്കിലും ഈ സിനോണിയംസ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അന്നത്തെ ഒരു ക്ലാസ്സിൽ ഈ അടുത്ത് നടന്ന എക്സാമിലത്തെ ചോദ്യമാണ് ഞാൻ പറയുന്നത്. മെയ് മാസം നടന്ന എക്സാമിലത്തെ ചോദ്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ മെയ് മാസത്തിലെ 53/25 സിനോണിയംസ് ചോദിച്ചു. നൾ ആൻഡ് വോയിഡ് എന്താണ്? ഇൻവാലിഡ്. നൾ ആൻഡ് വോയിഡ് എന്താണ്? ഇൻവാലിഡ്. അസാധുവായ എന്നാണ് ഏതിന്റെ അർത്ഥം? നൾ ആൻഡ് വോയിഡ്. അസാധുവായ, ഇൻവാലിഡ്. ഓക്കെ ആണോ? ഇനി സിനോണിയംസിൽ ഇത് നോക്കണം. അതുപോലെ ഒരു സിനോണിയംസും കൂടി നോക്കുക. 60/25 കേരള വാട്ടർ അതോറിറ്റിയിൽ നടന്ന സിനോണിയംസ് ചോദിച്ചു നോക്കണം. അതിൽ ആന്റോണിയംസ് ചോദിച്ചിട്ടില്ല കേട്ടോ. അട്രോസിയസ് എന്താണ്? അപ്പാലിംഗ് കേട്ടോ. അട്രോസിയസ് എന്താണ്? അപ്പാലിംഗ്, ഭീകരമായ. അട്രോസിയസ് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഭീകരമായ. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ അങ്ങനെ മെയ് മാസം വരെയുള്ളത് കേട്ടോ. 2025 മെയ് മാസം വരെയുള്ള 2021 മുതൽ തുടങ്ങിയിട്ടുള്ള ആന്റോണിയംസ്, സിനോണിയംസ്, ആർട്ടിക്കിൾ എല്ലാ വിഭാഗവും ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കട്ടെ കേട്ടോ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ല. നോക്കാം. അതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗോ ഏതെങ്കിലും എടുത്തിട്ടായിട്ട് ടോപ്പിക് ആയിട്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാം എന്താണ് പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലെ? എല്ലാം ഓക്കെ ആണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും കൂട്ടുകാര് ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്തത് ഒന്നുമില്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെങ്കിൽ ഇഫ് ക്ലോസ്, ഏതെങ്കിലും ഒന്ന്. എപ്പൊ ഏതാണ് മൂഡ് തോന്നുന്നത് അപ്പൊ അങ്ങോട്ട് എടുക്കും കേട്ടോ. ആ ലെവലായിരിക്കും. പിന്നെ നമുക്ക് നിങ്ങളുടെ വിലയേറെ കമന്റുകൾ താഴെ എന്തായാലും അറിയിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വീണ്ടും കാണാം. താങ്ക് യു.